നമസ്കാരം. മഹാരാഷ്ട്രയിലെയും ജാർഖണ്ഡിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളോടുകൂടി 2024 തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുകയാണ്. 2025 മറ്റ് പല സംസ്ഥാനങ്ങളിലും നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ തെരഞ്ഞെടുപ്പാണ് രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ്. ദില്ലി കഴിഞ്ഞ 3 തവണയായി തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കുന്നത് ആം ആദ്മി പാർട്ടി ആണ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്നാണ് ആദ്യം സഖ്യമുണ്ടാക്കി ദില്ലിയിൽ അധികാരത്തിലെത്തിയത് എങ്കിൽ ആ സഖ്യം 5 വർഷം തികയ്ക്കാൻ സാധിച്ചിരുന്നില്ല. തുടർന്ന് നടന്ന 2 തെരഞ്ഞെടുപ്പിലും വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ആം ആദ്മി പാർട്ടി മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി എന്ന് തന്നെ പറയാം അധികാരത്തിൽ വരികയായിരുന്നു. എന്നാൽ ആം ആദ്മി പാർട്ടിയുടെ നില ഇപ്പോൾ അല്പം പരിങ്ങലിലാണ്. അഴിമതിയുടെ പേര് പറഞ്ഞ്, അതായത് ഞങ്ങളൊഴികെ മറ്റെല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അഴിമതിക്കാരാണെന്നും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ എതിരാണ് എന്നുമൊക്കെ പറഞ്ഞ് അധികാരം പിടിച്ചെടുത്ത ശേഷം 2 തവണ അധികാരത്തിലേറിയതിനു ശേഷം ആം ആദ്മി പാർട്ടി ഇപ്പോൾ അഴിമതിയിൽ അല്ലെങ്കിൽ അഴിമതി കഥകളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുകയാണ്. മാത്രമല്ല മദ്യ അഴിമതി കേസിലാണ് മുങ്ങി നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറെ രസകരം. മദ്യത്തിനും അഴിമതിക്കും എതിരായി ഉണ്ടായിരുന്ന പാർട്ടി ഇപ്പോൾ മദ്യ അഴിമതി കേസിൽ മുങ്ങി നിൽക്കുകയാണ്. അതായത് മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ അടക്കം ജയിൽ ശിക്ഷ അനുഭവിക്കുന്നു. ഉപമുഖ്യമന്ത്രി ജയിലിൽ പോകുന്നു. പാർട്ടിയുടെ MP-മാർ ജയിലിൽ പോകുന്നു. മറ്റ് ചില സംസ്ഥാനങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ബന്ധുക്കളും മക്കളുമെല്ലാം ജയിലിൽ പോകുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി ജയിൽ വിമുക്തനായി എങ്കിലും ഭരണത്തിൽ തുടരാനാകാത്ത അവസ്ഥ വരുന്നു. അതിനുശേഷം മറ്റൊരാളെ മുഖ്യമന്ത്രിയാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിക്ക് എന്തിന് വോട്ട് ചെയ്യണം എന്നൊരു ചോദ്യം തീർച്ചയായും ദില്ലിയിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിക്കഴിഞ്ഞു. ആം ആദ്മി പാർട്ടിക്ക് ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടു. അരവിന്ദ് കെജ്രിവാൾ കോടതിയിൽ നിന്നും പ്രത്യേക ജാമ്യം വാങ്ങിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒരുമിച്ച് ഒരു സഖ്യമായി മത്സരിച്ചിട്ട് പോലും ആം ആദ്മി പാർട്ടിക്ക് 7 സീറ്റുകളിലും തോൽവി പിണഞ്ഞു എന്ന് മാത്രമല്ല 7 സീറ്റുകളിലും വിജയിച്ചത് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള BJP ആണ്. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടി ഇപ്പോൾ വലിയൊരു ഭീഷണി നേരിടുകയാണ്. ഈ തക്കം നോക്കി ഡൽഹി പിടിക്കാനുള്ള എല്ലാ സന്നാഹവും ഒരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ BJP എന്ന് തന്നെ പറയണം. BJP നേതാക്കളുടെ പ്രസ്താവനകളിൽ നിന്ന് തന്നെ ഇതെല്ലാം വ്യക്തമാണ്. അതായത് ദില്ലി ഭരണം അതിനി BJPക്കാണ് എന്ന ഒരു നിലപാട് അവരിൽ ഉണ്ടായിക്കഴിഞ്ഞു. പൊതുജനങ്ങളുടെ ഇടയിൽ ആ രീതിയിലുള്ള പ്രവർത്തനവും ആരംഭിച്ചു കഴിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ മാതൃകയിൽ ദില്ലിയിലും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ BJP നടത്തുകയാണ്. അതുമാത്രമല്ല ഇപ്പോൾ ആം ആദ്മി പാർട്ടി കോൺഗ്രസുമായി സഖ്യത്തിനില്ല, ഇന്ത്യ മുന്നണിയുമായി സഖ്യത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അരവിന്ദ് കെജ്രിവാൾ ജാമ്യം കിട്ടി ജയിലിൽ ഇറങ്ങിയപ്പോൾ എല്ലാ നേതാക്കളും പറഞ്ഞത് ഇതാ ഇന്ത്യ മുന്നണി ശക്തമാകാൻ പോകുന്നു, ഇന്ത്യ മുന്നണിയുടെ കരുത്തനായ നേതാവ് ഇതാ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നു എന്നൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളും സംഘവും പറയുന്നത് തങ്ങൾക്കൊരു മുന്നണിയുടെയും ആവശ്യമില്ല, ഒറ്റയ്ക്ക് മത്സരിക്കുകയാണ് ദില്ലിയിൽ എന്നാണ്. ഏതാനും ചില സ്ഥാനാർത്ഥികളെയും ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമാണ്. പക്ഷേ ആം ആദ്മി പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായിട്ടുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ സർക്കാരിൽ മന്ത്രിയായിരുന്ന നേതാവ് ഇപ്പോൾ BJPയിലാണ്. ഈ രീതിയിൽ വലിയ മാറ്റങ്ങൾ തുടരുമ്പോഴും സഖ്യം വേണ്ട, കോൺഗ്രസുമായി സഖ്യം വേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ആം ആദ്മി പാർട്ടി. കാരണം കഴിഞ്ഞ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ആം ആദ്മി പാർട്ടിയുമായി സഖ്യം ചേരാൻ തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല ആ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടുകയായിരുന്നു കോൺഗ്രസ്. അതിനുശേഷം ആം ആദ്മി പാർട്ടി പറഞ്ഞത് ഞങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു എന്നാണ്. പക്ഷേ ആം ആദ്മി പാർട്ടി ദില്ലിയിൽ കോൺഗ്രസിനെ കൂടെ കൂട്ടാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ആം ആദ്മി പാർട്ടി പരിങ്ങലിലാണ്. ദില്ലിയിൽ കഴിഞ്ഞ 2 തവണത്തെയും പോലെ അധികാരത്തിലെത്തുക അത്ര എളുപ്പമല്ല. പാർട്ടിയുടെ അടിത്തറ തന്നെ തകർന്നിരിക്കുന്ന സമയത്ത് BJP ദില്ലി പിടിച്ചെടുക്കാൻ വലിയ നീക്കം നടത്തുകയുമാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.